ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു അടിപൊളിയായ ഒരു മോഡൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്താലോ? എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഞാൻ ഹാഫ് സ്ലീവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ സ്ലീവാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ എത്രയാണ് നമുക്ക് സ്ലീവിൻ്റെ അളവ് വെച്ചാൽ ഒന്ന് നമ്മളതിനൊന്ന് അളന്നെടുത്ത് ഒന്ന് ഹാം ഹോളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് 2 ഇഞ്ച് അകലത്തിൽ, ഇത് റെഡ് കളർ തന്നെ ആവുകൊണ്ടാണ് കേട്ടോ അതാത്ത അറിയാത്ത, 2 ഇഞ്ച് അകലത്തിൽ നമ്മളൊരു ഇങ്ങനെ ഒന്ന് വളച്ചെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് വ്യത്യാസത്തിന് ഒരു തയ്യൽ തുമ്പ് ഇടാനുള്ള ഇതിൻ്റെ വ്യത്യാസത്തിന് നമ്മളൊന്ന് അവിടെ ഒന്ന് കോണായിട്ട് നമ്മൾ ആ വരച്ചും ഈ ഒരു സെൻറ്ററും കൂടി ആയിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അവിടെയാണ് നമ്മൾ അതിൻ്റെ മോഡൽ സ്ലീവ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ അത് ആ സ്ലീവിൻ്റെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ടോ ആ സ്ലീവ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്തതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇത്തിരി നീളത്തിലൊന്നിങ്ങനെ വരച്ചെടുക്കുക കേട്ടോ. ഞാനിതുപോലത്തെ ഒരു മോഡൽ സ്ലീവ് കണ്ടു. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വരച്ചെടുക്കുന്നത് കേട്ടോ. തയ്യൽ തുമ്പ് ഇടണം. അത് വരയ്ക്കുമ്പോൾ നമ്മൾ അളവ് കുറയരുത്. അതിനുള്ള തയ്യൽ തുമ്പിനെയും കൂടി ചേർത്തിട്ട് 2 ഇഞ്ച് സ്റ്റാർട്ടിങ്, പിന്നെ അങ്ങനെ വളച്ച് കമ്മിയാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മളതിനൊന്ന് വെട്ടിയെടുത്തതിന് ശേഷം കണ്ടത് ഇതുപോലെയാണ് നമ്മളതൊന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളവിടെ ഒരു കട്ട് ചെയ്തില്ലേ, അപ്പോൾ ഇതിൻ്റെ ആ തയ്യൽ തുമ്പ് ഒക്കെ ഒന്ന് തയ്ച്ച് വെക്കുക കേട്ടോ. ലൈനിങ് തുണി ചേർത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ് തുണി അല്ലാതെയും ചെയ്യാം. 2 തുണി വേണമെന്നേ ഉള്ളൂ. എന്നിട്ടൊന്ന് മറിച്ചിടുക കേട്ടോ. മറിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്താലും മതി കേട്ടോ. അയൺ ചെയ്താലും മതി. എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ പണി കഴിഞ്ഞു. ഇന്ന് ഈ സ്ലീവിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഒന്ന് അതിൻ്റെ വക്കൊക്കെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇവിടെ കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്ത വശത്ത് 4 ഇഞ്ച് അവിടെ തയ്ക്കരുത് കേട്ടോ. അവിടെ ഹോള് പോലെ തന്നെ കിടക്കണം കണ്ടോ. അവിടെ ഒരു ഹോള് പോലെ കിടക്കണം കേട്ടോ. ആ ഒരു തയ്യൽ തുമ്പിൻ്റെ അവിടെ നമ്മൾ ആ ഒരു പീസ് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് അവിടെ തയ്ക്കണ്ട. അത് തയ്ച്ച് മറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തയ്യൽ തുമ്പ് ഇട്ടത് പോവും. അപ്പോൾ അത് നൂർത്തിയിട്ട് തന്നെ അവിടെ വയ്ക്കുക. എന്നിട്ട് ഇപ്പുറത്തൊക്കെ നമ്മൾ തയ്ച്ചെടുക്കുക. ഇപ്പുറത്തൊക്കെ നമ്മൾ ഉള്ളിൽ തയ്ക്കണം കേട്ടോ. ആ ഒരു ചെറിയൊരു എൽ പോലെയുള്ളൊരു ഭാഗമല്ലേ, അവിടെ മാത്രം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ഇതിന് ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇത് തയ്ച്ചില്ലേ, ആ തയ്ച്ചതിൽ ഈ ഒരു സംഭവത്തിൻ്റെ ആ തുടക്കത്തിലുള്ളത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളൊന്ന് നൂലുകൊണ്ട് ഒന്ന് തയ്ച്ചിട്ട് ഒന്ന് ചുരുക്കുക കേട്ടോ. കണ്ടോ, ചുരുക്കിയിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കണ്ടോ. എന്നിട്ട് അതിൻ്റെ നടുക്കിലൊരു ഷോ ബട്ടനും വെച്ചിട്ട് നമുക്ക് ഉടുപ്പിനിക്കും പിന്നെ അതുപോലെ ചുരിദാറിലേക്കും ബ്ലൗസിലേക്കും ഒക്കെ ഡിസൈൻ ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ടൊരു സ്ലീവിൻ്റെ ഡിസൈനാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് തയ്ക്കാനൊക്കെ ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമറൊക്കെ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ നമ്മൾ തയ്ച്ച വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.